ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് തന്റെ പ്രണയം നിധിയോട് തുറന്നു പറയുകയാണ്. നിധി ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആദ്യമായിട്ട് കണ്ടതേ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഇയാൾ വന്ന കാറും ഞാൻ ഓടിച്ചിരുന്ന കാറും തമ്മില് ഒന്ന് ക്ലാഷ് ആയത് ഓർമ്മയുണ്ടോ? അന്ന് നിധിയെ കല്യാണം കഴിക്കാനിരുന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരുല്ലേ, പുള്ളിയുടെ പേരിൽ തെറ്റെന്ന് ന്യായീകരിച്ച നിധി എന്നെ സപ്പോർട്ട് ചെയ്തത്. ആ സപ്പോർട്ട് ജീവിതകാലം മുഴുവൻ എനിക്കുണ്ടാകുമെന്ന് ആ നിമിഷം എനിക്ക് തോന്നി. പിന്നെ തന്നെ കാണാൻ എന്താ മാർഗമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഇയാളുടെ വീട്ടിൽ തന്നെ ഡ്രൈവർ ജോലി എനിക്ക് തരപ്പെടുത്തിയത്. അതോടുകൂടി എന്റെ ഇയാളുടെ ജീവിതത്തില് ദൈവമാണ് ഇടപെടുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. ഈ കല്യാണത്തിൽ നിന്ന് വേർപിരിഞ്ഞാല് നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇയാള് പറയാറുള്ളതല്ലേ. ഞാൻ ഇപ്പൊ പറയാൻ പോകുക, ഇയാൾ എന്റെ ജീവിതം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജീവിതം ഇല്ല എനിക്ക്. അങ്ങനെ സുധീഷ് തന്റെ പ്രണയം തുറന്നു പറയുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം തുലച്ചല്ലോ എന്നോർത്ത് ഞാൻ എപ്പോഴും സങ്കടപ്പെടുമായിരുന്നു. പക്ഷേ സുധീഷിന് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സുധീഷിന് ശരിക്കും എന്നെ ഇഷ്ടമാണോ? സുധീഷ് ചോദിക്കുന്നു. എന്താ നിധി ഇങ്ങനെ ചോദിക്കുന്നത്? ഈ ഇന്ത്യൻ മഹാസമുദ്രത്തോളം എനിക്ക് നിധിയെ ഇഷ്ടമാ. അപ്പൊ നിധി പറയുകയാണ്, ഇത് പക്ഷെ അറബിക്കടലാ. ഇത് കേട്ട് നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, എനിക്ക് നിധിയെ ഈ അറബിക്കടലോളം ഇഷ്ടമാണ്. അപ്പൊ നിധി പറയുകയാണ്, സുധീഷിന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് വേണ്ടി സുധീഷ് ത്യാഗം ചെയ്യുകയാണെന്നാ ഞാൻ കരുതിയത്. എനിക്കും സുധീഷിനെ ഇഷ്ടമാ. ഇത് കടലിലേക്ക് നോക്കി നിൽക്കുന്ന സുധീഷ് സ്വപ്നം കാണുന്നതാണ്. പെട്ടെന്ന് സുധീഷും നിധിയും ശ്രദ്ധിക്കുകയാണ്. കുറച്ചപ്പുറത്തായി നിന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും. നിധി പറയുന്നു, സുധീഷ് കുറെ നേരമായി അവരവിടെ വഴക്കടിക്കാൻ തുടങ്ങിയിട്ട് എന്താണെന്നറിയില്ല, നമുക്ക് പോയി ചോദിക്കാം. അയാൾ പറയുകയാണ്, എന്നെ നീ ചതിച്ചു. ഇത് കേട്ട് ആ പെൺകുട്ടി ചോദിക്കണം, ഞാൻ എന്താ ചതിച്ചത്? ഞാൻ എപ്പോഴെങ്കിലും നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അരികിലേക്ക് വരുന്ന സുധീഷ് പറയുകയാണ്, നിധി അവൻ എന്റെ കൂടെ പഠിച്ചത്. അങ്ങനെ അരികിലേക്ക് ചെന്ന് സന്തോഷത്തോടു കൂടി കയ്യിൽ പിടിച്ച് സംസാരിക്കുകയാണ് സുധീഷ്. നിധി ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. നിധി ഹായ് പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, വൈഫാണെന്ന് പറഞ്ഞിട്ട് അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. സുധീഷ് ചോദിക്കുന്നു, എടാ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്തിനാ ഈ കുട്ടി ഇങ്ങനെ കരയുന്നേ? അയാൾ നടന്ന കാര്യങ്ങളെല്ലാം സുധീഷിനോടും നിധിയോടും പറയുകയാണ്. അയാൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവർ ഒരുമിച്ച് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ആ പെൺകുട്ടി അയാളോട് നല്ല രീതിയിൽ സംസാരിക്കാറുണ്ടെന്നും ഞങ്ങൾ തമ്മിൽ ഒരടുപ്പമുണ്ടെന്നും ഞാൻ 3 വർഷമായിട്ട് ഇവളെ പ്രണയിക്കുകയാണെന്നും ഒക്കെ അയാൾ പറയുകയാണ്. ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു ഇവള്. സുധീഷ് ചോദിക്കുന്നു, ഇവൻ നല്ല ആളാ, ഇവനെ കല്യാണം കഴിക്കുന്നതിൽ കുട്ടിക്ക് എന്താ പ്രശ്നം? അപ്പൊ ആ പെൺകുട്ടി പറയുകയാണ്, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്നല്ലേ പറയാൻ പറ്റൂ. പെട്ടെന്ന് സുധീഷിന് തോന്നുകയാണ് അത് നിധി പറയുന്നതായി. അയാൾ ചോദിക്കുന്നു, 2-3 വർഷമായി എന്നോട് അടുത്തിടപഴകുകയും സംസാരിക്കുകയും ചെയ്ത ആളാ. ഇപ്പം ഇവക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ, അതാ ഇങ്ങനെ മാറിയത്. ആ പെൺകുട്ടി പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, ഞാൻ ഫ്രണ്ട്ലി ആയി സംസാരിക്കാറുണ്ടായിരുന്നു, അത് ഇയാള് തെറ്റിദ്ധരിച്ചതാ. അപ്പോൾ അയാൾ പറയുകയാണ്, എന്റെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാ, ഞങ്ങള് വലിയ കാശുകാരൊന്നും അല്ല, അതാ ഇവളുടെ പ്രശ്നം. ഇത് കേട്ട് ആ പെൺകുട്ടി ചോദിക്കണം, ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ പോലും ഇയാളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നല്ലോ എന്ന് അയാൾ പറയുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, അത് ഞാൻ എങ്ങനെ അറിയാനാ? സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇതിപ്പം എന്റെ സിറ്റുവേഷൻ പോലെ ഉണ്ടല്ലോ. അയാൾ പറയുന്നു, ഇവളുടെ വീട്ടിൽ നല്ല കാശുണ്ട്, എനിക്ക് എത്രയും സൗകര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ഇവളിപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് കേട്ട് ആ പെൺകുട്ടി പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല, എനിക്ക് അയാളെ ഒരു ഫ്രണ്ടായി കാണാൻ പറ്റും, പക്ഷെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. എന്റെ വീട്ടിൽ ആരും എനിക്ക് ഇതുവരെ കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ഇയാളുടെ ടേസ്റ്റ് വേറെ, എന്റെ ടേസ്റ്റ് വേറെ, ഞങ്ങൾ തമ്മിൽ ശരിയാകില്ല. എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങളില്ലേ? എങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത്? അയാളുടെ ക്യാരക്ടർ എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ ഞാനും ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരാളല്ല ഇയാൾ. എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല. ഇയാൾ വാ തുറന്നാലേ കള്ളമേ പറയാറുള്ളൂ. എനിക്ക് ടെൻഷൻ തരുന്ന ഒരാളാണ് ഇയാള്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഇയാളുടെ ഇഷ്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഫ്രണ്ടായിട്ടൊക്കെ. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെങ്ങനെയാ ഞാൻ ഇയാളെ പ്രണയിക്കുക? അയാൾ ചോദിക്കുന്നു, സിസ്റ്റർ ഇവള് പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഒരു പെണ്ണല്ലേ, ഞാൻ ഇവളെ നന്നായി നോക്കിക്കോളാം, ഞാൻ ഇവളെ സിൻസിയർ ആയിട്ടാണ് പ്രണയിക്കുന്നത്, എന്നെ എന്തുകൊണ്ടാണ് ഇവള് വേണ്ടെന്ന് പറയുന്നത്? അപ്പൊ നിധി പറയാണ്, ഞാനെന്ത് പറയാന്, ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അയാൾ ചോദിക്കാണ്, ഈ സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സുധീഷ് നിധിയെ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പൊ നിധി എന്ത് പറയും? സുധീഷ് ടെൻഷനോടുകൂടി അയാളെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ ഈ കുട്ടി പറഞ്ഞതുപോലെ പറയുകയുള്ളൂ. സുധീഷ് ചേട്ടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അങ്ങനെയുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഈ പെൺകുട്ടി നിങ്ങളോട് ഫ്രണ്ട്ലി ആയി സംസാരിക്കാറുണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന അർത്ഥമില്ലല്ലോ. പിന്നെന്തിനാ ഈ കുട്ടിയെ നിർബന്ധിക്കുന്നത്? സോറി, ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഇപ്പൊ സുധീഷ് എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തന്നെ പറയും. സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ കുട്ടിയെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതോടെ വിട്ടേര്. എന്തെങ്കിലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തന്നോട് തോന്നുകയാണെങ്കിൽ അവള് തന്നെ വന്ന് പറയും. അങ്ങനെ അവള് പറഞ്ഞില്ലെങ്കിലും വിട്ടേര്. ഇപ്പൊ ഇത് വിട്ടേര്. ഈ കുട്ടി പറഞ്ഞതുപോലെ എനിക്കും കള്ളം പറയുന്നവരെ ഇഷ്ടമല്ല. ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവർ, ചതിക്കുന്നവർ, ഇവരെയൊന്നും എനിക്കും ഇഷ്ടമല്ല.
ഇഷ്ടമല്ല. എനിക്ക് ഈ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോറി, ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം. സുധീഷേ പറ. അപ്പൊ സുധീഷ് പറയണ, അതേടാ, വെറുതെ നിർബന്ധിക്കണ്ട. ആ കുട്ടിയെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ കുട്ടിയെ വീട്ടിലാക്കിയിട്ട് നീ സമാധാനത്തോടെ പോ. ഞാൻ നിന്നെ വിളിക്കാം. ശരി സുധീഷ്, പിന്നെ കാണാന്ന് പറഞ്ഞ ആ കുട്ടിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് അയാൾ. സുധീഷ് മനസ്സിൽ പറയുന്നു, ദയവ് ചെയ്ത് നീ നിന്റെ പ്രണയം തുറന്നു പറയരുത്. നിന്റെ കൂട്ടുകാരന്റെ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്കും. ഇപ്പൊ പറഞ്ഞാൽ അവസ്ഥ വളരെ മോശമാകും. അവള് ചിന്തിക്കുന്ന രീതി വേറെ, നീ ചിന്തിക്കുന്ന രീതി വേറെ. അവളത് പറയാതെ പറഞ്ഞു. അവക്ക് എന്തെങ്കിലും നിന്നെ ഇഷ്ടപ്പെടും. അപ്പൊ അവളായിട്ട് വന്ന് പറയട്ടെ. മിണ്ടാതിരിക്കുന്ന നല്ലത്. നിധി പറയണ, സുധീഷിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ സുധീഷിന്റെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? അതൊന്നുമില്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ ഓഫീസിൽ നിന്നും ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒന്നുമില്ലാന്ന് പറയുന്നു. അപ്പൊ ഒന്ന് മതിരി സുധീഷ് പറയുകയാണ്, അത് നാളെ നമ്മളോട് കോർട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കോർട്ടിലേക്ക് പോകുമ്പോൾ നിധിക്ക് വിഷമമാകില്ലേ? അതുകൊണ്ടാ ബീച്ചിലേക്ക് കൊണ്ടുവന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കോർട്ടിലേക്ക് പോകുന്നതിന് ഞാനെന്തിനാ വിഷമിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അതല്ല, നമ്മള് കോടതിയിലൊക്കെ പോകേണ്ട അവസ്ഥയായല്ലോ എന്ന് നിധി ആലോചിക്കില്ലേ? അങ്ങനെയൊന്നും ഇല്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, അപ്പോ നമ്മള് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം ഓർത്ത് നിധിക്ക് ഒരു വിഷമവും ഇല്ലേ? പുഞ്ചിരിച്ച നിധി ചോദിക്കണ, ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഒരാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യാനായി കോർട്ടിലേക്ക് പോയാൽ വിഷമിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. നമ്മുടെ കല്യാണം യാദർശികമായി നടന്നതല്ലേ? ഇതിൽ നിന്നും പുറത്തു കടന്നാ മതിയെന്ന് തോന്നുന്നു. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാലോ. തുടർന്ന് സുധീഷും നിധിയും വരുന്നത് കാത്ത് ടെൻഷനോട് കൂടി ഹോളിൽ നിൽക്കുകയാണ് സുഭാഷ്. അവിടേക്ക് വന്ന ഹരീഷ് കാര്യം അന്വേഷിക്കുമ്പോൾ നികേഷ് ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ, ഏട്ടത്തെയും കൂട്ടി സുധീഷ് ഏട്ടൻ പുറത്തു പോയതാ. ഞങ്ങൾ അവരെ കാത്തിരിക്കുക. ഇന്ന് സുധീഷ് ഏട്ടൻ പ്രണയം തുറന്നു പറയുമെന്ന് പറഞ്ഞ ഏട്ടത്തെയും കൂട്ടി പോയിരിക്കുന്നത്. സുധീഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞുവെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അതേടാ, അവൻ ഇന്ന് സൈറ്റിൽ വന്നിരുന്നു. നല്ല വിഷമത്തിലാ സംസാരിച്ച്. നിധിയെയും കൂട്ടിക്കൊണ്ടുപോയി മനസ്സിലുള്ള കാര്യം തുറന്നു പറയാമെന്ന് എന്നോട് പറഞ്ഞു. കുറച്ചു നേരം മുമ്പേ ഫോൺ വിളിച്ചു. നിധിയെയും കൂട്ടി ബീച്ചിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. നികേഷ് പറയണ, ഏട്ടത്തി ഓക്കെ പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നേനെ. അപ്പൊ സുഭാഷ് പറയണ, കൂടുതൽ പ്രതീക്ഷിക്കണ്ട. ഹരീഷ് ചോദിക്കണ, എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ പറയുന്നത്? അവരൊന്നിക്കണമെന്ന് സുഭാഷ് ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണ, എടാ, അവരൊരുമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സുധീഷിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമാ. മനസ്സിലുള്ളത് പറയാൻ വേണ്ടി ഉള്ളതും കൂടി അവൻ ഇല്ലാതാക്കുമെന്നുള്ള പേടിയാ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷിന്റെ സ്വഭാവം ഓർക്കുമ്പോഴാ എനിക്ക് പേടി. ഈ സമയം സുധീഷും നിധിയും വീട്ടിലേക്ക് വരികയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി അവരെ നോക്കുന്നു. സുഭാഷ് പറയുന്നു, വാ മോളെ, ബീച്ചിലെ മഴ ഉണ്ടായിരുന്നു. അപ്പൊ നിധി പറയണം, മഴയൊന്നും ഇല്ലായിരുന്നു സുഭാഷ് ഏട്ടാ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ചേരം ഇരുന്നിട്ട് ഞങ്ങളിങ്ങ് വന്നു. എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, എനിക്ക് നല്ല തലവേദന, ഞാൻ കുറച്ചേരം അകത്ത് പോയി കിടക്കട്ടെ. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് ഏട്ടാ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നു. നികേഷ് ചോദിക്കുന്നു, ഞാൻ അകത്തേക്ക് ചെയ്ത സുധീഷ് ഏട്ടനോട് എന്താ എന്ന് ചോദിക്കട്ടെ? അപ്പൊ സുഭാഷ് പറയണ, വേണ്ട, അവന് നല്ല വിഷമമുണ്ട്, അതാ തലവേദനയാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയത്. ഇപ്പൊ നീ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടും. നിധി അവിടേക്ക് വരുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഓഫീസിൽ നിന്ന് ബീച്ചിലേക്ക് പോയതാണോ? അതേന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, സുധീഷ് ഒന്ന് കൂട്ടിക്കൊണ്ടു പോയതാണോ? അപ്പൊ നിധി പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ, നാളെ കോർട്ടിലേക്ക് പോവുകയല്ലേ, അതോർത്ത് ഞാൻ അപ്സെറ്റ് ആയിരിക്കുമെന്ന് കരുതിയ സുധീഷ് എന്നെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. അതിന് ഞാനെന്തിനാ അപ്സെറ്റ് ആകുന്നത്? എനിക്ക് അതിനെ കുറിച്ച് ഓർത്ത് ഒരു വിഷമവും ഇല്ല. സുഭാഷ് ഏട്ടാ, വിശക്കുന്നു, നമുക്ക് കഴിച്ചാലോ? ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഞാനും വരാന്ന് പറഞ്ഞ നിധി പിന്നാലെ പോവുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ, അപ്സെറ്റ് ആയതുകൊണ്ടാണോ കൂട്ടിക്കൊണ്ടുപോയത്? സുധീഷ് ഏട്ടൻ പ്രണയം പറയാനല്ലേ കൂട്ടിക്കൊണ്ടുപോയത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, അറിയില്ല, സാഹചര്യം ഒത്തു വന്ന് കാണില്ല. പ്രണയം പറയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് സുധീഷ് ഏട്ടൻ. നമുക്ക് പിന്നെ ചോദിക്കാം. തുടർന്ന് രാത്രി വിഷമത്തോടുകൂടി സുധീഷ് ഹോളിലേക്ക് വന്നിരിക്കുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് ഏട്ടാ, ചോദിച്ചാലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണം, മിണ്ടാതിരിക്കെ, സുധീഷ് ഏട്ടൻ നല്ല ദേഷ്യത്തിലാ. അപ്പൊ സുഭാഷ് പറയണം, മിണ്ടാതെ കിടന്ന് ഉറങ്ങടാ. അപ്പൊ സുധീഷ് പറയണ, എല്ലാവരും നന്നായി കഴിച്ചില്ലേ, അടുത്ത ഇനി ഉറക്കമല്ലേ, ഉറങ്ങ്, നന്നായി ഉറങ്ങ്. സുധീഷ്, തലവേദന കുറവില്ലേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇപ്പൊ ചോദിക്ക്, ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? ആരെങ്കിലും എന്നോട് ഒരു വാക്ക് ചോദിച്ചു? എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? എന്താടാ, എന്താ പറ്റിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ദയവ് ചെയ്ത് സുഭാഷ് ഏട്ടൻ എന്റെ അടുത്തേക്ക് വരരുത്. സുഭാഷ് ഏട്ടൻ വലിയ അഭിനേതാവാ, എന്തൊരു സ്നേഹമാ കാണിക്കുന്നത്. അങ്ങനെയൊന്നും പറയാതെടാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പതിയെ ഹരീഷിനോട് പറയുകയാണ്, നല്ല ദേഷ്യത്തിലാ, ഒന്നും ചോദിക്കാതിരിക്കുന്ന നല്ലത്. സുധീഷ് പറയുകയാണ്, ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞു പോയി കിടന്നു. തലവേദന ശരിയായോന്ന് ചോദിച്ചില്ല, കഴിക്കാനും വിളിച്ചില്ല. നിങ്ങളെല്ലാവരും നന്നായി കഴിച്ചിട്ട് ഉറങ്ങാനും റെഡിയായി. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഈ വീട്ടിൽ അങ്ങനെ ആരും ആരോടും ചോദിക്കാറില്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നാൽ സുധീഷ് ഏട്ടൻ വന്ന് ചോദിക്കാറുണ്ടോ? അപ്പൊ നികേഷ് പറയുകയാണ്, എനിക്ക് പനി വന്നപ്പോൾ സുധീഷ് ഏട്ടൻ എന്നെ തനിച്ചാക്കി പോയില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാനൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ, ക്ഷമിക്കൂ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. എല്ലാവരും നന്നായി കഴിച്ചില്ലേ, വയറ് നിറങ്ങില്ലേ, ഇനി ഉറങ്ങിക്കോ. ഒരുത്തൻ പ്രണയം പറയാനായി നിധിയെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ, അതെന്തായി പ്രണയം, പറഞ്ഞോ ഇല്ലയോ? എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ടെൻഷനിലായതുകൊണ്ടാ സുഭാഷ് ഏട്ടൻ ഒന്നും ചോദിക്കാതിരുന്നത്. സുധീഷ് ഏട്ടൻ കഴിക്കാഞ്ഞത് കൊണ്ട് സുഭാഷ് ഏട്ടനും കഴിച്ചില്ല. അങ്ങനെയാണോന്നാ സുധീഷ്
നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അതേടാ നീ വന്ന ഉടനെ തലവേദനയാണെന്ന് പറഞ്ഞു പോയി കിടന്നില്ലേ? അപ്പോഴേ മനസ്സിലായി നിനക്ക് വിഷമമുള്ള കാര്യം എന്തോ നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാഞ്ഞത്. ഞാൻ പോയി കഴിക്കാൻ എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നീ അവിടെ ഇരിക്കെ, കഴിച്ചിട്ട് കിടന്നാ മതി. അങ്ങനെ സുഭാഷ് ഭക്ഷണം എടുത്തോണ്ട് വരുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ ബീച്ചിൽ എന്താ നടന്നത്? ഏട്ടത്തിയുടെ പ്രണയം പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷേണ്ണ. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേണ്ണ ഒന്നും രഹസ്യമാക്കി വെക്കാൻ അറിയില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ശരിയടാ നീ ഇത് കഴിക്ക്. നീ കൈ കഴിയില്ലല്ലോ, ഞാൻ വാരി തരാന്ന് പറഞ്ഞ് സുഭാഷ് സ്നേഹത്തോടുകൂടി സുധീഷിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ എന്താ സംഭവിച്ചേ? സുധീഷ് പറയുകയാണ്, ഞാൻ പ്രണയം പറയാനൊക്കെ കൂട്ടിക്കൊണ്ടു പോയത്, പക്ഷേ അവിടെ നടന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം സുധീഷ് അവരോട് പറയുകയാണ്. നിധി ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത്. അപ്പോഴേ മനസ്സിലായി ഞാൻ പ്രണയം തുറന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന്. ഇനി നിധിയായിട്ട് വന്ന എന്നോട് പറയട്ടെ. പിന്നെ കോടതിയിൽ ഡിവോഴ്സിനായി വിളിച്ചിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു. ഞാൻ അപ്പൊ എന്റെ പ്രണയം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നടന്നു തന്നെ എന്റെ ജീവിതത്തിൽ നടന്നേനെ. എന്നെ പ്രണയിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചേനെ. ഭാഗ്യം കൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞില്ല. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്